നഗരം എത്രത്തോളം ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കണ്ടല്ലോ. അപ്പൊ ഇതുപോലെ തന്നെ ആവർത്തിക്കാൻ പോവുകയാണ്. 2-ാം തീയതി ഉച്ച കഴിഞ്ഞതിന് ശേഷം മാറ്റം വരികയാണ്. 3-ാം തീയതിയോടുകൂടി ഇത് എസ്റ്റാബ്ലിഷ് ആവും. കാരണം കാറ്റിന്റെ വേഗത വർദ്ധിക്കുന്നതിന് 3-ാം തീയതിയോടുകൂടി കാലവർഷം എസ്റ്റാബ്ലിഷ് ആവും. പിന്നെ അങ്ങോട്ട് മഴയാണ്. അപ്പോ നഗരപ്രദേശങ്ങളിലായിരിക്കും കൂടുതൽ പ്രശ്നം ഉണ്ടാവുക. കാരണം വെള്ളം ഒഴുകി പോകാനുള്ള പ്രശ്നമുണ്ട്. പല നഗരങ്ങളിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എറണാകുളത്തും കോഴിക്കോടും ഒക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിർഭാഗ്യമായി പോയി തിരുവനന്തപുരത്തെ കാര്യം. കാരണം അവിടുത്തെ ആ തോടിലെ മാലിന്യമെല്ലാം വീടുകളിലും കടകളിലും ഒക്കെ ആളുകൾ ചവിട്ടി അരക്കൊപ്പം വെള്ളത്തിലാണ് പോകുന്നത് കണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനുള്ള മുൻകരുതലുകൾ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് അത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. കാരണം 2-ാം തീയതി ഉച്ച കഴിഞ്ഞിട്ടാണ്, ഒരു വൈകുന്നേരമാണ് ഇതിന്റെ കാറ്റിന്റെ വേഗത കൂടി വരുന്നത്. അപ്പൊ അതിന്റെ പ്രതിഫലനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാളെ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ പ്രതിഫലനങ്ങൾ കാണാനായിട്ട് സാധിക്കും. പിന്നെ 3-ാം തീയതിയാണ്. 3-ാം തീയതി ഉച്ചയോടുകൂടി ഇതിന്റെ പ്രഭാവം കൂടും. കാരണം കാറ്റിന്റെ വേഗത കൂടുന്ന സമയമാണ്. പിന്നെ അതിന്റെ തീവ്രത കൂടുന്നത് 4-ാം തീയതിക്കാണ് അതിന്റെ തീവ്രത കൂടുന്നത്. പിന്നെ അങ്ങോട്ട് ഈ രീതിയിലുള്ള പെട്ടെന്നുള്ള മഴയും ഒക്കെ ഉണ്ടാകും. ഇപ്പൊ പസഫിക്കിലൊരു ഒരു ചുഴലിക്കാറ്റുണ്ട്, അതിന്റെ സ്വാധീനം കൂടെ ഉണ്ട്. അപ്പോൾ മലയോര പ്രദേശങ്ങളിലും മഴ പെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ രണ്ടിടത്തും മഴ പെയ്യും. അതായത് നഗരപ്രദേശങ്ങളിലും ഘാട്ട് ഏരിയയിലും മഴ പെയ്യാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള മുൻകരുതൽ എടുക്കണം. ഇപ്പോഴത്തേക്ക് നമുക്ക് ഈ വെള്ളം ഒഴുകി പോകാനുള്ള വഴി, ഈ മാലിന്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ വെള്ളം ഒഴുകി പൊയ്ക്കോളും. കാരണം അതിനുവേണ്ടിയാണല്ലോ ഈ കനാലുകളും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. പല കനാലുകളും അടഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇന്നലെ കണ്ടു, അവിടെ പരസ്പരം പഴിചാരി രക്ഷപ്പെടുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ കണ്ടത്. അവിടുത്തെ മേയർ തന്നെ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ കാര്യമെല്ലാം ചെയ്തിട്ടുണ്ട്, അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വകയാണ്, മറ്റേത് PWDയുടെ വകയാണ്. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ജനങ്ങൾക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് അറിയേണ്ടത് സ്വസ്ഥമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഈ ഡിപ്പാർട്ട്മെന്റുകളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ട് ഞങ്ങളല്ല അവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു അർത്ഥവുമില്ല. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ സമയത്ത് ഒഴിവാക്കുകയാണ് വേണ്ടത്. ഈ രീതിയിലുള്ള ഒഴിഞ്ഞുമാറല് ഒഴിവാക്കുകയാണ് വേണ്ടത്. കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. മേയർ എന്ന് പറയുമ്പോൾ മേയറിന് ചുമതലയുണ്ട്. ഡിപ്പാർട്ട്മെന്റുകളെ സംയോജിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ചുമതല മേയർക്കും അവിടുത്തെ ഭരണസമിതിക്കും ഉണ്ട്. അപ്പൊ കാരണം അവരുടെ ലൊക്കാലിറ്റിയിലാണല്ലോ ഈ ഓഫീസുകളെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിന്റെ മുൻകരുതലുകളൊക്കെ നമ്മൾ എടുക്കണം. അതിന് നിർദ്ദേശങ്ങൾ നൽകണം. അത് ഫോളോ അപ്പ് ചെയ്യണം. നടത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അത്തരം കാര്യങ്ങളാണ് വേണ്ടത്. അപ്പൊ ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു പ്രശ്നം അവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ശരി, അതോടൊപ്പം തന്നെ ഈ മഴ അത് ശരാശരിയിലും കുറവായിരിക്കുമെന്നൊരു സൂചന നൽകിയിട്ടുണ്ട്. ശരാശരിയിലും കുറവാണ് മഴ ലഭിക്കുന്നതെങ്കിൽ പോലും മുന്നൊരുക്കങ്ങളിൽ ഒരു തരത്തിലുള്ള പിന്നോട്ട് പോക്കും പാടില്ലല്ലോ. പ്രത്യേകിച്ച് ഈ വെള്ളക്കെട്ടൊക്കെ തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിലാണല്ലോ കൂടുതൽ മഴ പെയ്തിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ ഓരോ മഴക്കാലത്തും സംഭവിക്കുന്നത് പോലുള്ള അപകടങ്ങൾ, ദുരന്തങ്ങൾ അതൊക്കെ തന്നെ ഇനിയും നമ്മളെ കാത്തിരിക്കുകയല്ലേ. പ്രത്യേകിച്ച് മഴയുടെ സ്വഭാവം ഓരോ വർഷം കഴിയുന്തോറും മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ ഓൺസെറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഒരു സദേൺ അന്റാർട്ടിക് മോഡ് എന്ന് പറഞ്ഞൊരു ഒരു പ്രതിഭാസമുണ്ട്. അത് അന്റാർട്ടിക് ഓസിലേഷൻ എന്ന് പറയും. അപ്പൊ അതിപ്പോ പോസിറ്റീവ് നിലയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഓൺസെറ്റിന്, അതായത് തുടക്കത്തിന് വലിയ പ്രശ്നമൊന്നും തൽക്കാലം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ഈ എൽനിനോയുടെ പ്രഭാവം ഉണ്ടായി തുടങ്ങിയിട്ടില്ല. കാരണം അത് ന്യൂട്രൽ അവസ്ഥയിലാണ്. അപ്പോ ന്യൂട്രൽ അവസ്ഥയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രഭാവം ഇപ്പൊ തന്നെ മൺസൂണിൽ വന്നു തുടങ്ങിയിട്ടില്ല. അപ്പൊ നമുക്ക് ഇപ്പോ പല മെറ്ററോളജിക്കൽ ഏജൻസീസും പറയുന്നത് എൽനിനോ ഉണ്ടാകുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളും ഡെവലപ്പ് ചെയ്യുമെന്നുള്ളതാണ്. ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറയുന്നത് എൽനിനോയുടെ പ്രഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയാനായിട്ട് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളിന് കഴിയും. കാരണം എല്ലാ പ്രാവശ്യവും എൽനിനോ ഉണ്ടായപ്പോൾ മഴ കുറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു കാരണം ഇതാണ്. അപ്പോ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ പോസിറ്റീവായിട്ട് വരും എന്ന് തന്നെയാണ് ഇപ്പൊ എൽനിനോ ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളും പോസിറ്റീവ് ആകും എന്നുള്ളൊരു അനുമാനത്തിനാണുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വലിയൊരു കുറവ് മഴയിൽ ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഈ കുറച്ച് ദിവസം മഴയില്ലാതെ നിന്നിട്ട് പെട്ടെന്ന് പെയ്യുന്ന മഴയാണ്. അതാണ് ഒരു പ്രശ്നം ഉണ്ടാകും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് വന്നിട്ട് പെയ്യുന്ന മഴ എന്ന് പറയുന്നത് അതിശക്തമായ മഴ കേന്ദ്രീകരിച്ച ഒരു നിശ്ചിത പ്രദേശം പെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഇപ്പൊ ബാംഗ്ലൂർ കണ്ടല്ലോ. ബാംഗ്ലൂർ വെറും 2 മണിക്കൂർ പെയ്ത മഴയിൽ അവിടെ ജീവഹാനി ഉണ്ടാവുകയും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ വലിയ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു രണ്ടാഴ്ച മുമ്പ്. അപ്പൊ അതുപോലുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ.
തീരദേശ നഗരപ്രദേശങ്ങളിൽ. അപ്പൊ അത് നമുക്ക് സൂക്ഷിക്കേണ്ട അത്യാവശ്യമുണ്ട്. അതിനുവേണ്ടിയുള്ള മുൻകരുതൽ എടുക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള മഴകളുള്ളപ്പോൾ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. അത് മാത്രമല്ല, പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പൊ അതാകുമ്പോൾ കുറച്ചെങ്കിലും നമുക്കൊരു സംരക്ഷണം ലഭിക്കും. അപ്പൊ ആ തരത്തിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷമാണല്ലോ കളമശ്ശേരിയിൽ കാക്കനാടൊക്കെ മഴ പെയ്ത് നഗരം മുങ്ങിപ്പോയത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ അവസരത്തിൽ കണക്കിലെടുക്കുക തന്നെ വേണം. അതിനുവേണ്ടിയുള്ള മുൻകരുതൽ നടപടി എടുക്കുകയും വേണം. ക്വിക്ക് റെസ്പോൺസ് വേണ്ടിവരും. നമ്മുടെ അധികാരികളുടെ ഭാഗത്തു നിന്ന്, ഏജൻസികളുടെ ഭാഗത്തു നിന്ന് വളരെ പെട്ടെന്നുള്ള റെസ്പോൺസ് വേണ്ടിവരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.